വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ഒരു സ്കേർട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഏകദേശം ഒരു 3 മീറ്റർ നെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് റെഡ് കളർ 3 മീറ്റർ നെറ്റും അതുപോലെ ഈ ഒരു കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. കോട്ടൺ ഡബിൾ വീതി അല്ലാത്തതുകൊണ്ട് 1.5 മീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.25 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സാറ്റിൻ ഡബിൾ വീതി ആയതുകൊണ്ട് ഞാൻ 1 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കത് ജോയിൻ ചെയ്തിട്ട് അടിക്കാവുന്നതാണ്. അതുകൊണ്ട് സാറ്റിൻ 1 മീറ്റർ എടുത്തത്. നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത് 22 കേട്ടോ. ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ 22 വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വരൽ 11 വരും. ആ 11ൻ്റെ വെച്ച് ഒരു 5 ഇഞ്ച് നമുക്ക് അധികം എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചൊരു ബാൻഡ് കുറച്ചധികം വെളിഞ്ഞ് നിൽക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 ഇഞ്ച് അധികം എടുത്തിട്ട് 16 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് നോക്കാം കേട്ടോ. മുകളിലോട്ട് നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് മതി. ചെറിയ കുട്ടികൾക്കല്ലേ. നമ്മുടെ 1 ഇഞ്ചാണ് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത്. മുകളിലോട്ട് 4 ഇഞ്ച് മതി കേട്ടോ. ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ലൈനിങ് എടുക്കുന്നത് കോട്ടൺ ലൈനിങ് ഏകദേശം ഒരു 18 ഇഞ്ചോളാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഞാൻ സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ് എടുത്തത്. 20 ഇഞ്ചിൽ നമ്മൾ അടിവശം മടക്കി അടിക്കേണ്ടതൊക്കെ പോകണം. കോട്ടൺ ലൈനിങ് ഈ കരവശമാണ് കേട്ടോ അടിവശം കൊടുക്കുന്നത്. അത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ ക്ലോത്ത് എടുക്കുന്നതും 20 ഇഞ്ച് തന്നെയാണ് കേട്ടോ. മെയിൻ ക്ലോത്തിൻ്റെ അടിവശം പിന്നെ നെറ്റ് മടക്കി അടിക്കുകയില്ലല്ലോ. അപ്പോൾ അത് 20 ഇഞ്ച് തന്നെ എടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ കുറച്ച് മടക്കുമ്പോൾ കുറച്ച് ഒരു 19 ഇഞ്ചിൻ്റെ അടുത്തോളം വരും കേട്ടോ സാറ്റിൻ ലൈനിങ്. അപ്പോൾ ഇതേ അളവിൽ ഇതേ അളവല്ല 20 ഇഞ്ചിൽ നമുക്ക് സാറ്റിൻ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നെറ്റും നമുക്ക് 20 ഇഞ്ചിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സാറ്റിന് ഇപ്പോൾ 2 പീസായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടല്ലേ. 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ അടിവശമൊക്കെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. പിന്നീട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാൻഡില്ലേ, ഈ ബാൻഡിൻ്റെ അത്രയും വീതിക്ക്, അതായത് ഇതിന് കണക്കായ രീതിക്ക് നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഫ്രില്ലിട്ട് എടുക്കുക. അതായത് ഇതുപോലെ ചെറിയ ഫ്രിൽസ് അതായത് ഇത്രയും വീതിക്ക് വേണം. നമ്മൾ ഇത്രയും വീതിക്ക് ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കണം കേട്ടോ. എല്ലാം വേറെ എടുക്കണം. കോട്ടൺ ലൈനിങ് എടുക്കണം, അതുപോലെ നെറ്റ് എടുക്കണം, സാറ്റിൻ എടുക്കണം. ഇവയെല്ലാം വേറെ രീതിക്ക് ഫ്രിൽസ് ഇട്ട് എടുത്തിട്ട് ഒന്നിച്ച് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഒന്നിച്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നെറ്റ്, സെക്കൻഡ് ലെയർ നെറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റിൻ, ലാസ്റ്റ് കോട്ടൺ ലൈനിങ്. അങ്ങനെ 4 ലെയറിലാണ് കേട്ടോ കൊടുത്തിട്ടില്ലേ. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ എടുത്ത പീസില്ലേ, ആ പീസിൻ്റെ ഒരറ്റം ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ മടക്ക് വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് മോശം വശമല്ല, മോശം വശത്തോട് ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് ആ ബാൻഡ് ഈ ഒരറ്റം മുതൽ ആ ഒരറ്റം വരെ അടിച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അടിച്ചെടുക്കാം. നമ്മളിത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തും. അതിന് ശേഷം നമ്മുടെ അലാസ്റ്റിക് എടുക്കാം കേട്ടോ. അലാസ്റ്റിക്കിൻ്റെ നമുക്ക് എത്രയാണ് അരവണ്ണം വരുന്നത് അതിൽ 2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് ഒരു മുള്ളൂത്തി കുത്തിയിട്ട്, അതായത് ഒരു സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഇതിലേ കൂടി എടുത്തിട്ട് ആ ഒരു സൈഡ് വരെ ഫുള്ളായിട്ടൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഈ 2 സൈഡും ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ വലിച്ച് പിടിച്ചു കൊടുത്തിട്ട് സെൻറ്ററിലെ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയൊരു ചുരുക്ക് വീണതുപോലെ കിട്ടും കേട്ടോ. നല്ല വലിച്ച് പിടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 വശം ഒന്നിച്ച് പിടിച്ചിട്ട് ഈ സൈഡൊന്ന് ജോയിൻ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം അലാസ്റ്റിക്കിൻ്റെ എടുക്കുന്നത് ഇവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. എല്ലാ ലൈനിങ്ങും മാറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലെയർ വരുന്നില്ലേ, ആ ഫസ്റ്റ് ലെയർ വരുന്ന മാത്രം ഒന്ന് എടുക്കാം.
അതിന് ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തിയിട്ടുള്ളത് നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഇത് ഇവിടെയാണ് സ്റ്റിച്ച് ജസ്റ്റ് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് സ്റ്റിച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് കൊടുക്കുക. ആദ്യം ഇതൊക്കെ മാറ്റണം കേട്ടോ. ലൈനിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ഏറ്റവും ആദ്യത്തെ ഇതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അടിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും പ്രശ്നമില്ല. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു ലോക്ക് ഇടാം. എന്നിട്ട് നമുക്കിതാ താഴത്തേക്ക് എനിക്ക് ഒന്നിച്ച് വെച്ചിട്ട് അടിക്കുന്നത് അതുപോലെ ഇല്ല. നമ്മളിപ്പോൾ വേറെ വേറെ എന്നിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഉള്ളത് അടിച്ചു. അതിന് ശേഷം അത് നമുക്ക് ഉള്ളിലോട്ട് ആക്കി കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ ലെയർ നെറ്റ് എടുക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നീക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അത്യാവശ്യം തന്നെ നല്ലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് ഷിഫ്റ്റ് നെറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.